ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ 145 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. അമേരിക്കൻ പൗരനായ ബന്ദിയെ മാത്രം വിട്ടയച്ചതും പ്രകോപനമായി. അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ ആവശ്യത്തെ ഇസ്രയേൽ തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി പശ്ചിമേഷ്യയിൽ വിവരങ്ങൾ നൽകാൻ പി ജെയിംസ് തത്സമയം ചേരുകയാണ്. ജെയിംസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ഹായ് വിവരങ്ങളൊക്കെ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷേ ഇസ്രായേലിലെ കാര്യങ്ങൾ അത്ര പന്തിയല്ല. കാരണം ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ശക്തി കൂട്ടിയിരിക്കുന്നു. ഇന്നലെ പുലർച്ചെ മുതൽ ഇന്ന് പുലർച്ചെ വരെ 145 പേരാണ് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ ബോംബിങ് തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ഒക്കെ വ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 100-200ഓളം പേര് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വലിയ അവസ്ഥ. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മിനിറ്റുകളിലാണ്, അല്പം മുമ്പാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞത് ഗസയിൽ നടക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്, അവിടെ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു എന്ന് അമേരിക്ക പറയണമെങ്കിൽ എന്തായാലും ഇസ്രായേൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ള ധ്വനി അതിലുണ്ട്. അതിനൊരു പ്രകോപനമുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ബന്ദികൾ ഇപ്പോഴും 58 പേര് ഇവരുടെ കയ്യിലുണ്ട്, ഹമാസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ അമേരിക്കയുമായി ചർച്ച നടത്തി ഹമാസ് ഒരാളെ മാത്രം വിട്ടയച്ചു. അത് ഈദൻ അലക്സാണ്ടറാണ്, 21കാരൻ. ഇസ്രായേലിൽ സൈനികനാണ്, പക്ഷെ അമേരിക്കൻ പൗരനാണ്. അപ്പോൾ അമേരിക്കൻ പൗരനെ വിട്ടയച്ചു, ഞങ്ങളുടെ ഇസ്രായേൽ പൗരന്മാരെ വിട്ടയച്ചില്ല എന്നുള്ളത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞാലേ കേൾക്കുള്ളൂ, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അനുഭവിച്ചു എന്നുള്ളൊരു ധ്വനിയിലാണ് ഒരു പക്ഷേ ഈ തരത്തിൽ ആക്രമണം നടത്തുന്നത്. അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ വീണ്ടും അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിൽ 145 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോൾ മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 53,000 കടന്നിരിക്കുന്നു. പക്ഷെ കാണാതായവർ മരിച്ചു എന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിൽ 64,000-ൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മൊത്തം 18 മാസത്തിനുള്ളിലെ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ. ഈ പ്രശ്നം ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഒരുപാട് സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. തുർക്കിയിൽ പങ്കെടുക്കാനായി വ്ളാഡിമിർ പുടിൻ എത്തിയില്ല, അതുകൊണ്ട് തന്നെ താൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെന്ന് വ്ളാഡിമിർ സെലൻസ്കി തീരുമാനിച്ചു. അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പകരം മെഡിൻസ്കിയുടെ നേതൃത്വത്തിലുള്ള റഷ്യയുടെ ഡെപ്യൂട്ടി സംഘവും ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉക്രൈൻ സംഘവുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. ട്രംപ് തുർക്കിയിലേക്ക് പോകാനിരുന്നതാണ്, ട്രംപ് തുർക്കിയിലേക്ക് പോയില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുന്നത് വരെ ഇനി സമാധാന ചർച്ചയില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ ഉക്രൈൻ യുദ്ധത്തിലും ഒരു ഇത് സംഭവിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ട്രംപ് ഗൾഫിലേക്ക് വന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നടന്നില്ല. പലസ്തീൻ സ്റ്റേറ്റ് പ്രഖ്യാപിക്കാമെന്നും അല്ലെങ്കിൽ രാജ്യം പ്രഖ്യാപിക്കാമെന്നും ഒപ്പം തന്നെ ഇപ്പുറത്ത് ഇസ്രായേലിനെ കൊണ്ട് വെടി നിർത്തിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ട്രംപിനെ സാക്ഷിയാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ട്രംപ് യാത്ര നടത്തുമ്പോൾ തന്നെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അയച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം ഇസ്രായേലിലേക്ക് വരാതെ ട്രംപ് പോയത് സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കുമാണ്. ഒരു മെസ്സേജാണ് കൊടുത്തത്. ഇസ്രായേലിനേക്കാൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ കൂടുതൽ വില കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ട് അത് ഇസ്രായേലിന് ഇതായിട്ടുണ്ടാവും. എന്നാൽ ഇസ്രായേൽ കാണിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ ശക്തമാവുന്നു. അതിനിടയിൽ ഹൂതികൾ കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു ഇസ്രായേലിലേക്ക്. 2 മിസൈലുകൾ ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ അയച്ചിരുന്നു. അപ്പോൾ യുദ്ധം കൂടുതൽ മുറുകുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്.